എല്ലാവർക്കും കുഞ്ഞപ്പൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കയ്യിലിരിക്കുന്ന സാധനം കാണുമ്പോഴും നിങ്ങൾക്ക് അറിയാം ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. അതിപ്പോൾ പൊട്ടിക്കാൻ പോകുകയാണേ. ഇതൊരു വാൾ സ്റ്റിക്കറാണ്. ഇത് ഞാൻ കിച്ചണിലെ കൗണ്ടർ ടോപ്പിൽ ഒട്ടിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഒരു വൈറ്റ് കളറിലുള്ളതാണ്. പാക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ പാക്ക് ചെയ്താണ് അവർ അയച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിംഗ് ഉണ്ട്. അത് ഇളക്കുമ്പോൾ ഈ രീതിയിലാണ്, ഒരു വൈറ്റും ഗ്രേ കളർ ഷെയ്ഡും കൂടിയാണ് ഇതിന് വരുന്നത്. എന്തായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണെന്ന് കണ്ടിട്ട് തോന്നുന്നു. ഇത് ഞാൻ വാങ്ങിയത് 140 രൂപയ്ക്കാണ്. ഇതിൻ്റെ ലിങ്ക് എങ്ങാനും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ലിങ്ക് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇതിനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാവേ. ഇങ്ങനെയാണ് ഇതിൻ്റെ ടെക്സ്ചർ. ഇവിടെ പിറകിൽ ഇതിങ്ങനെ ഇളക്കുന്ന സ്റ്റിക്കറുണ്ട്. ഇത് ഇളക്കിയാണ് നമ്മൾ ഒട്ടിക്കാനുള്ളത്. അതിന് പുറകുവശം ഇങ്ങനെയാണ്. ഈ പേപ്പർ റിമൂവ് ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ. ഒട്ടിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടേക്കാം. ഇത് വേറൊരു വാൾ സ്റ്റിക്കറാണ്. ഇത് ഡൈനിങ് ടേബിളിലേക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇത് നമുക്ക് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതൊരു വുഡൻ കളർ വാൾ സ്റ്റിക്കറാണ്. ഇത് നമ്മുടെ ഡൈനിങ് ടേബിളിലേക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് രണ്ടും ഞാൻ വാങ്ങിയിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. ആദ്യം കാണിച്ചതിന് 140 രൂപയും ഇതിന് 219 രൂപയുമാണ് കേട്ടോ. ഇതിനും കവർ ചെയ്ത് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് വരുന്നുണ്ട്. ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഈ രീതിക്കാണ് വരുന്നത്. നമുക്കൊന്ന് തുറന്ന് കാണാം. ഇങ്ങനെയാണ്. ഇതൊരു വുഡൻ തീമിലാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇതിന് പുറകിൽ ഇതുപോലെ ഇതുണ്ട്. ഇത് ഇളക്കിയിട്ട് വേണം നമ്മൾ അതിൽ ഒട്ടിക്കാൻ. എന്തായാലും ടേബിളിൽ ഒട്ടിച്ച് കാണിക്കാം. നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ഇപ്പോഴത്തെ കോലമാണ് ഇങ്ങനെ. ഇനി നമുക്ക് അത് ഒട്ടിച്ചിട്ടുള്ള ഇത് നോക്കാമേ, എങ്ങനെയാണ് ഒട്ടിക്കാൻ. നമ്മൾ ഒട്ടിക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. എന്തായാലും ഇനി നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും ഈ വാൾപേപ്പർ വാങ്ങി ഒട്ടിക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഞങ്ങൾ ആദ്യം ഒട്ടിച്ചപ്പോൾ കുറച്ച് ചുളിവുകളൊക്കെ വീണായിരുന്നു. ഇത് നല്ല രീതിയിൽ വലിച്ച് ഒട്ടിച്ചാൽ മാത്രമേ ചുളിവൊന്നും ഇല്ലാതെ ഒട്ടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇത് ഒട്ടിച്ചതിന് ശേഷം ഡൈനിങ് ടേബിളിൻ്റെ ലുക്കേ അങ്ങ് മാറിപ്പോയി. നേരത്തെ കണ്ട ഡൈനിങ് ടേബിളേ അല്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. അടുക്കളയിലേക്ക് വാങ്ങിയ വാൾപേപ്പർ ഒട്ടിക്കുന്ന വീഡിയോ ഇപ്പോൾ ഇടുന്നില്ല.
അത് അടുത്തൊരു വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഇതാണ് നമ്മുടെ ടേബിളിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. Okay, bye bye. See you.